ഇന്നാണെങ്കിലേ ഒരു അടിപൊളി സാധനം കണ്ടോ, ചേനയാണ് ഇത്. നമുക്ക് നാടൻ ചേന കിട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കറി വെക്കണോ പുഴുങ്ങണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ അവസാനം ഞാനിത് പുഴുങ്ങാനുള്ള തീരുമാനത്തിലെത്തി. പക്ഷേ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് ഞാൻ വെട്ടോത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മാറ്റി വെച്ച് കട്ട് ചെയ്തു. ഇനി ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ എന്തോടത്തെന്ന് പറയാം, ഗ്ലൗസ് ഇട്ട് ചെത്തിയെടുക്കുമ്പോൾ കൈ ചൊറിയും. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ചെത്തിയെടുത്ത് നല്ല വൃത്തിയാക്കി കഴുകി പീസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിൽ വെച്ച് പുഴുങ്ങാന്നാണ് വെച്ചത്. അപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുക്കറിലോട്ട് ഇതെല്ലാം വാരിയിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പിടാം. പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഒരു 3 വിസിൽ വേവിച്ചെടുക്കണം. കാരണം ഇത് നല്ല മൂത്ത ചേനയാണ്, നല്ല കട്ടിയുള്ള ചേനയാണ്. അപ്പോൾ അതുകൊണ്ട് 3 വിസിലിൽ അങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചു ഞാൻ. അതിനുള്ളിൽ നമുക്കൊരു ചമ്മന്തിയും കൂടെ. അങ്ങനെ നമ്മുടെ ചേനയൊക്കെ വെന്ത് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി കുക്കർ തുറന്നിട്ട് നോക്കാം. നല്ല പോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് ചമ്മന്തിയായിട്ട് കഴിച്ച് നോക്കട്ടെ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പൊതുവേ ചേനയ്ക്ക് അടിപൊളി ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ, സീ യു.